ഹായ് ഹലോ നമസ്കാരം. വാഴ 2 ദ ബയോപിക് ഓഫ് ബേലിയൻ ബ്രോസ് സിനിമ കണ്ട് വന്നിരിക്കുകയാണ്. എൻ്റെ പൊന്നെ ജാതി പടം, ഭയങ്കര രസം, ഭയങ്കര ഹാപ്പി, വളരെ ഭംഗിയുള്ള സിനിമ. പക്ഷേ അപ്പോൾ നമ്മൾ ഈ മോളിവുഡ് ഇൻഡസ്ട്രിയിൽ ഒരുപാട് സൂപ്പർ താരങ്ങളോ സൂപ്പർ പദവികളോ ഇല്ലെങ്കിൽ ഒരുപാട് വലിയ ബഡ്ജറ്റൊന്നും വേണ്ട നമുക്ക് ഈ സിനിമ ചെയ്യാനായിട്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തന്നു. ഒരു സിനിമ വിജയിപ്പിക്കാൻ ഇല്ലെങ്കിൽ ആ സിനിമ വിജയിക്കാൻ അത് ബ്ലോക്ക് ബസ്റ്റർ അടിക്കാൻ. കാരണം ഈ സിനിമ ഉറപ്പായിട്ടും ബ്ലോക്ക് ബസ്റ്റർ അടിക്കും. കാരണം അത്ര ഗംഭീരമായിട്ടാണ് സവിനസ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നത്. ഡയറക്ടർ 3 മണിക്കൂറുള്ള പടത്തിൽ ഒരു സെക്കൻഡ് പോലും ബോറടിപ്പിക്കാതെ എല്ലാ ജനറേഷനെയും ഞാൻ ഈ ഫസ്റ്റ് പാർട്ട് എനിക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല. ഞാൻ പടം കണ്ട് OTT ഇല്ല. അപ്പോൾ OTT എക്സ്പീരിയൻസ് തന്നെ ഗംഭീരമായിരുന്നു. അപ്പോൾ ഈ വാഴ 2 ഈ ജെൻസി പിള്ളേരുടെ പടം കാണുന്ന മൂഡിലായി ഈ പടത്തിന് പോയത്. ഇത് ജെൻസി മറ്റേ 90s 80s 70s ഒന്നുമല്ല, ഇത് ഓൾ ജനറേഷന്. ഈ സിനിമ ആർക്ക് കണ്ടാലും ഈ സിനിമ എനിക്ക് ഇഷ്ടമാവും. ഇതിൽ കോമഡികൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് കുറച്ച് നമ്മുടെ അല്ല, ഞാനൊരു ജെൻസി അല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി ഇഷ്ടമായി. പക്ഷേ ഞാൻ ജെൻസി അല്ല. പക്ഷേ എങ്കിലും ഒരു 95% ഇതിലെ കോമഡികളെല്ലാം വർക്കൗട്ടാണ്. കാരണം പ്രത്യേകിച്ച് ഹാഷിർ, അലൻ, അതുപോലെ തന്നെ ഇതിൽ നമ്മുടെ വിനായകൻ്റെ പെർഫോമൻസ് കിട്ടിയില്ല കേട്ടോ. ഈ നമ്മുടെ ബിജുക്കുട്ടനായിട്ടുള്ള കോമ്പോ, അയ്യോ, അവരുടെ കെമിസ്ട്രി ഒക്കെ ഗംഭീരമായിട്ടുണ്ട്. അതുപോലത്തെ യുറേക്ക സ്റ്റോറിയിലുള്ള നമ്മുടെ ഒരു പയ്യൻ, പുള്ളിക്കാരൻ കുറച്ച് സീരിയസ് ക്യാരക്ടറാണ്. അങ്ങനെ ഒരു പരിപാടി അത് അവർ ഗംഭീരമായി പിടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹാഷിറിൻ്റെ ഒക്കെ പോലെ ക്ലോസപ്പ് ഷോട്ടുകൾ വെക്കാൻ ധൈര്യം കാണിക്കുന്നത്, ഡയറക്ടർ ധൈര്യം കാണിക്കുന്നത്. ഒരു ഫസ്റ്റ് പടത്തിൽ ക്ലോസപ്പ് ഷോട്ട് വെച്ചിട്ട് പുള്ളിക്കാരൻ ഇമോഷൻ ഇങ്ങനെ കവർ ചെയ്യാണ്. അത് ഒരു കറേജാണ്, അത് ഡയറക്ടറുടെ കഴിവാണത്, സവിൻ്റെ കഴിവാണ്, ഒരു രക്ഷയില്ല. ഇതിൻ്റെ ഡയലോഗുകൾ, വിപിൻ ദാസിൻ്റെ ഡയലോഗ്, അത് ഈ സിനിമ കണ്ട് എനിക്ക് തോന്നുന്നു ഈ സിനിമ കണ്ട എല്ലാവർക്കും അവരുടെ ഏതെങ്കിലും ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ സിറ്റുവേഷൻ അവർക്കത് ഉറപ്പായിട്ട് റിലേറ്റബിൾ ആയിരിക്കും. ഉറപ്പായിട്ടും ഗ്യാരണ്ടി ഞാൻ പറയാം. എനിക്ക് കണക്ട് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇത് എൻ്റെ പടമാണ്, ഇത് നിൻ്റെ പടമാണ്, നിങ്ങളുടെ പടമാണ്. നിങ്ങൾ ഉറപ്പായിട്ട് ഈ പടം ഫാമിലി ആയിട്ട് പോയി കാണണമെന്ന് എനിക്ക് പറയാനുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പിള്ളേർ ഈ സിനിമയിൽ ബാല്യം മുതൽ അവരുടെ കൗമാരം, നമ്മൾ വാഴ കണ്ടല്ലോ, അറിയാലോ വാഴയുടെ പരിപാടി അതേ സെയിം മൂഡിൽ പിടിച്ചിട്ട് അത് വാഴയൊക്കെ ഗംഭീരമാക്കി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആദ്യത്തെ കുറച്ച് സമയം കുറച്ച് കുട്ടികളാണ് അവരുടെ ഹാഷിറിൻ്റെ കുട്ടിക്കാലം, ലാലൻ്റെ കുട്ടിക്കാരനൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ പോവാണ് പരിപാടി. അതിനിടയ്ക്ക് വന്നു ചേരുന്ന ഒരുപാട് സൗഹൃദങ്ങൾ, അങ്ങനെ വളർന്നു പോകുന്ന സൗഹൃദങ്ങൾ ഒരുമിച്ച് കൗമാരവരുടെ +2 കാലഘട്ടത്തിലേക്ക് വളരുന്നു. അവിടെയുള്ള ഒരുപാട് കോൺഫ്ലിക്റ്റ് പരിപാടി, മറ്റ് ടീമായിട്ടുള്ള പരിപാടികൾ, പിന്നെ പ്രണയങ്ങൾ, സൗഹൃദങ്ങൾ, ഇതൊക്കെ നമ്മൾ ആസ്വദിച്ചിട്ടുള്ള ഒരുപാട് പരിപാടികൾ ഇതിൽ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് കാണിച്ചിട്ടുണ്ട്, ഭയങ്കര ഓർഗാനിക്കായിട്ട് കാണിച്ചിട്ടുണ്ട്, ഭയങ്കര ജെന്യൂൻ ആയിട്ട് ഇതിൽ കാണിച്ചിട്ടുണ്ട്. അത് എഴുത്തുകാരൻ്റെ ഒരു കഴിവാണത്. ഗംഭീരമായിട്ടുള്ള സ്ക്രിപ്റ്റ്, ഒരുപാട് അഭിനന്ദനങ്ങൾ എഴുത്തുകാരൻ വിപിൻ ദാസ്. ഗംഭീരം. അങ്കിത് മേനോനാണ് ഞാൻ ഇതിൻ്റെ സ്കോർ ചെയ്തിരിക്കുന്നത്. വെറുതെ കുറേ ഇങ്ങനെ ചവറ് പാട്ടുകളൊന്നുമില്ല. ആ 2 സോങ് ഈ സിനിമയിലുള്ളൂ. ആ 2 സോങ് കിഡിലിനായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ മ്യൂസിക് ആയാലും ഇതിൽ ചെയ്തിരിക്കുന്നത് അതുപോലത്തെ എഡിറ്ററായിട്ടുള്ള നമ്മുടെ കണ്ണൻ മോഹൻ, പുള്ളിക്കാരൻ ഗംഭീരമായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് DOP ചെയ്തിരിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഇതിൻ്റെ ഓരോ ഷോട്ടുകളൊക്കെ പ്രത്യേകിച്ച് ക്ലൈമാക്സിലെ ഒരു ചെറിയൊരു പരിപാടി ഉണ്ട്, ഞാൻ പറയുന്നില്ല. അപ്പോൾ അതൊരു ആക്ഷനാണ്. ആ ആക്ഷനിലൊക്കെ കൊടുത്തിരിക്കുന്ന ഒരുപാട് ബിഗ് ബഡ്ജറ്റോ കുറേ പൈസയൊന്നും ഇല്ലാത്തൊരു ആക്ഷനാണ്. അതൊക്കെ ഗംഭീരമായിട്ട് ഇതിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എടുത്ത് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസാണ്. കാരണം ഒരു ആർട്ടിസ്റ്റുകൾ പെർഫോം ചെയ്യണം. ഹാഷിറിൻ്റെ ഒക്കെ പെർഫോമൻസ്, അലൻ്റെ പെർഫോമൻസ്, വിനായകനൊക്കെ ഞെട്ടിച്ച് കളഞ്ഞു. വിനായകൻ്റെ ഒക്കെ ഒരു കെമിസ്ട്രി, പ്രത്യേകിച്ച് നമ്മുടെ ബിജുക്കുട്ടനായിട്ടുള്ളൊരു അച്ഛൻ മകനാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ളൊരു ബോണ്ട്, അതൊക്കെ കിട്ടിയില്ലായി ചെയ്തിട്ടുണ്ട്. ഈസ് എ ബ്രില്യൻ്റ് ആക്ടർ. ബിജുക്കുട്ടനെയൊക്കെ ഞാൻ പറഞ്ഞ അലൻ്റെ കേസ് പറഞ്ഞു, ബിജുക്കുട്ടൻ ഓൾറെഡി തെളിയിച്ചിട്ടുള്ള ആക്ടറാണ്. പക്ഷേ അലനൊക്കെ വരുന്നല്ലേ ഉള്ളൂ. അലനല്ല വിനായകൻ പെരുമാറിപ്പോയി. വിനായകൻ്റെ ഒക്കെ പരിപാടി അടിപൊളി. എനിക്ക് പേഴ്സണലി കണക്ട് ആയത് പുള്ളിക്കാരൻ്റെ ഒരു പരിപാടി ഇതിലുണ്ട്, അത് അടിപൊളിയാണ്. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ UK പോകണം ഇല്ലെങ്കിൽ +2 കഴിഞ്ഞൊരു ഓപ്ഷൻ ഇല്ലാണ്ട് അങ്ങോട്ട് പോകണമെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് അവിടെയുള്ള സിറ്റുവേഷൻ, അത് UK ഒന്നുമല്ല കാണിച്ചിരിക്കുന്നത്, UK ഒന്നുമല്ല, GCC കാണിച്ചെന്ന് തോന്നുന്നു. പക്ഷേ UK കാണിച്ചിട്ടുള്ളത് ശരിക്കും UK അല്ല. പക്ഷെ നമുക്കത് ഫീൽ ചെയ്യും. അങ്ങനെ ഗംഭീരമായിട്ടാണ് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. DOP വർക്കെല്ലാം കിഡിലിനായി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ പ്രണയം, ഇതിൽ ഒരുപാട് ഇഷ്ടങ്ങൾ, പറയാതെ പോയ ഇഷ്ടങ്ങളും നഷ്ടപ്പെട്ടു പോയ ഒരുപാട് പ്രണയം പരിപാടി, അലൻ്റെ ഒരു പരിപാടി, ഹാഷിറിൻ്റെ വേറൊരു പരിപാടി, ഇതെല്ലാം കാണിച്ചാണ്. ഈ ഒരുപാട് കൗണ്ടറുകൾ ഈ സിനിമയിലുണ്ട്. ഇൻ്റർവെൽ ഈ സിനിമയിൽ ഫുള്ള് കൗണ്ടറാണ്. ആ കൗണ്ടറിന് ഏകദേശം ഒരുവിധം കയ്യടിയുണ്ട്. കാരണം കോമഡിയൊക്കെ അടിപൊളിയായിട്ട് വർക്കൗട്ടായിട്ട് ബോറടിപ്പിക്കില്ല, നമ്മളെ ചിരിപ്പിക്കാൻ തോന്നില്ല, ചിരിക്കാണ്ടിരിക്കുക, അല്ലാണ്ട് ബോറിങ് എന്ത് വളിപ്പാൻ തോന്നിപ്പിക്കില്ല. ഒന്നുമില്ലെങ്കിൽ ഓക്കെ എനിക്ക് ഇഷ്ടമായില്ല, നമുക്ക് സൈലൻ്റ് ആയിരിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാം. അല്ലാണ്ട് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കമൻറ്റ് കൂടി സിനിമയിലില്ല.
അത് കാണുന്ന പ്രേക്ഷകർക്ക് അത്ര രസമായിട്ട് നമുക്ക് എൻഗേജ് ചെയ്യാൻ പറ്റുന്നൊരു ഒരു ടെല്ലിംഗ് ആണ് ഈ സിനിമയിൽ റൈറ്ററും ഡയറക്ടറും കൂടി പണി വെച്ചിട്ടുള്ളത്. ആസ് എ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എല്ലാവരും കിഡിലാണ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ സെക്കൻഡ് ഹാഫിലേക്ക് ഇതിപ്പോൾ കുറച്ചുകൂടിയും ഇത് കുറച്ച് ഇമോഷണലി കുറച്ച് പരിപാടിയാണ്. നമ്മുടെ വാഴ ഫസ്റ്റിൽ കണ്ട ആ ഒരു പരിപാടി ഇതിൽ കുറച്ചുകൂടിയും ഡീപ്പായി കാണിച്ചിട്ടുണ്ട്. കാരണം ഇതിൽ ഇമോഷൻ എന്ന് പറയുമ്പോൾ അത് നമ്മൾ മാതാപിതാക്കളോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റും അവർക്കുള്ള ഒരുപാട് ഒരു ഫോഴ്സ്ഫുള്ളി നമ്മളെ ആ ഒരു ഐറ്റം അല്ലേ കാണിച്ചിട്ടില്ല. പക്ഷേ ഇത് കുറച്ചുകൂടി നമ്മുടെ നിർബന്ധത്താൽ നമ്മൾ പോകേണ്ടി വരുന്ന സിറ്റുവേഷനാണ്. ഇതിൽ കുറച്ച് ലഹരിയുടെ പരിപാടി കാണിക്കുന്നുണ്ട്. ഇതായത് ഇത് പൊടിയൊക്കെ അടിച്ചുകൊണ്ട് ഇവന്മാർ കോളേജല്ല സോറി സ്കൂളിൽ പോയിട്ടൊരു ഫൈറ്റ് ഉണ്ട്. എൻ്റെ പൊന്നെ കിട്ടില്ല. ഫൈറ്റ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഫൈറ്റ്. അങ്ങനെ കാണുമ്പോൾ നമ്മൾ കുറേ ഈ പൈസ മുടക്കി ആക്ഷൻ ചെയ്യുന്ന സിനിമകൾ നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഇതൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാൽ പുരിഞ്ഞിട്ടി ഈ ത്രാസ് കൊണ്ടൊക്കെ ഇടിച്ചിട്ട് ഇങ്ങനെ മോന്ത പൊളിക്കുന്ന ഒരു പരിപാടി അതൊക്കെ നൈസായിട്ട് ഇതിൽ വർക്കൗട്ടായിട്ടുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ക്ലൈമാക്സിലോട്ട് വരുമ്പോൾ നമ്മളെ കുറച്ചുകൂടി ഇത് ഇമോഷണലി നമ്മളെങ്ങനെ കൊണ്ടുപോകും. ഏതെങ്കിലും ഒരു ക്യാരക്ടർ നമ്മുടെ മനസ്സിൽ ഇത് പതിയും. ക്യാരക്ടർ മാത്രമല്ല സിനിമയും. കാരണം ഇതിൽ അച്ഛൻ മകൻ തമ്മിലുള്ളൊരു കോംബോ, ഞാൻ വിനായകൻ്റെ കേസ് പറഞ്ഞു, നമ്മുടെ ബിജുക്കുട്ടനായിട്ടുള്ള കേസ്, ഒരു കെമിസ്ട്രി ഞാൻ പറഞ്ഞു, അവർ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നു. ഹാഷിറിൻ്റെ അനിയനും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, അവരുടെ ഒരു ബോണ്ട്, അവരുടെ അത് ഗംഭീരമായിട്ടുള്ള ആ ഒരു റാപ്പ് ബിൽഡ് ചെയ്യുന്നൊരു പരിപാടി, അലനും അലൻ്റെ പെങ്ങളും കൂടിയിട്ടുള്ളൊരു റിലേറ്റബിൾ ആയിട്ടുള്ളൊരു പരിപാടി, ഇമോഷൻ പരിപാടി, കാര്യങ്ങൾ ഇതെല്ലാം കൂടി ഇവരിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അത് ഭയങ്കര രസമാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ചിരിച്ചു മറന്ന് നമ്മൾ അവസാനം കരഞ്ഞു പോകുന്ന സിറ്റുവേഷനിലേക്ക് ഞാൻ പേഴ്സണലി എനിക്ക് ഒരുപാട് ഇമോഷനായി പടം കാണും. കാരണം ഇതിൽ ഞാൻ പറഞ്ഞില്ല, ഇത് എൻ്റെ പടമാണ്, നിങ്ങളുടെ പടമാണ്, നമ്മുടെ എല്ലാവരുടെയും പടമാണ്. നമുക്ക് എന്തെങ്കിലും ഒരു പരിപാടി ഇതിൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെയുള്ളൊരു പരിപാടി ഇതിൽ പറയുന്നത് ക്ലൈമാക്സിൽ ഇതിൻ്റെ എല്ലാം മീൻസ് ക്ലൈമാക്സ് എല്ലാം കൺക്ലൂഷൻ ആയിട്ടൊരു മൂഡിലേക്ക് വരുമ്പോൾ നമ്മൾ ഇമോഷണലായി ഇപ്പോൾ കൈയടിച്ച് ഗംഭീര പടം എന്ന് പറഞ്ഞ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് തന്നെ ഇതിൽ വേറൊരു ഐറ്റം കൊടുത്തിട്ടുണ്ട്. വേറൊരു ഐറ്റം അത് ഞാൻ പറഞ്ഞാൽ കുറച്ച് സ്പോയിലർ ആയിട്ട് ഞാൻ പറയുന്നില്ല, സ്പോയിലർ അല്ല, പക്ഷേ എങ്കിൽ കാണണം, അത് തിയേറ്ററിൽ നിന്ന് കാണണം. അത് നമ്മുടെ ആ ഒരു മന്ദാകിനി ആ ഒരു സോങ് ഇട്ടുകൊണ്ട് ഒരു പരിപാടി ഉണ്ട് ഇതിൽ. അത് പ്രത്യേകിച്ച് എനിക്കൊന്ന് കൊല്ലം ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നതാണ്. അത് നൈസായിട്ട് ഇതിൽ ചെയ്തിട്ടുണ്ട്. അതോടുകൂടിയിട്ടാണ് ഈ സിനിമയുടെ എൻഡിങ്. പിന്നെ ഈ പടം ഗംഭീര പടമാണ്, ഫാമിലിയായി പോവാം, ഫ്രണ്ട്സായി. എനിക്ക് നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്ക് സിനിമ കാണിക്കണം. ഇതിൽ പ്രത്യേകിച്ച് അഡോൾട്ട് പരിപാടികളൊന്നും ഇല്ല. ഇത് നല്ല പടം, സൂപ്പർ പടം, എനിക്ക് ഒരുപാട് ഇഷ്ടമായി പടം. താങ്ക് യു.